കുറേ സമയം പരസ്പരം കെട്ടിപ്പിടിച്ച് കിടന്ന രണ്ടുപേരും. ചന്തു, ലില്ലിക്ക് നമ്മളൊന്നും വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ടില്ലല്ലോ. എന്തായാലും നമുക്ക് പോകുമ്പോൾ കുറച്ച് ബേക്കറി എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോകാം. നീ റെഡിയാകുമ്പോഴേക്കും ഞാൻ കമ്പനിയിലേക്ക് പോയിട്ട് വരാം. കുറേ ദിവസമായി മേൽനോട്ടത്തിലല്ലായിരുന്നോ? നായരേട്ടൻ്റെ അവിടെയും കയറണം, കഴിച്ചിട്ട് പോകാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നീയും കൂടെ പോര്. ഇനി ഏതായാലും തനിയെ ഇരിക്കണ്ട, നമുക്ക് നേരെ തറവാട്ടിലും പോയിട്ട് വരാം. പറഞ്ഞുകൊണ്ട് അവളെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് എഴുന്നേറ്റു അവൻ. ഫ്രഷ് ആകാൻ പോകാൻ തുടങ്ങി. അത് ശരിയാ, ആരുമില്ലാതെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കിരിക്കണ്ടേ. ഞാൻ താഴെ പോയി കുളിച്ച് വേഷം മാറാം. ഇച്ചയും കുളിച്ചിട്ട് വാ, എന്നിട്ട് കഴിക്കാം. പറഞ്ഞുകൊണ്ട് അവളും അവന് പിന്നാലെ എഴുന്നേറ്റ് ചിതറിക്കിടക്കുന്ന വസ്ത്രങ്ങൾ ഓരോന്നായി എടുത്ത് ധരിച്ച് താഴെ ബെഡ്റൂമിലേക്ക് നടന്നു. ഡ്രസ്സ് മാറാനുള്ളത് എടുത്ത് കുളിക്കാൻ കയറി. ആലോഷി കുളി കഴിഞ്ഞ് താഴേക്ക് വരുമ്പോഴേക്കും ചന്ദന കുളി കഴിഞ്ഞ് ഇറങ്ങിയിട്ടില്ല. ആലോഷി കിച്ചണിൽ പോയി രണ്ടുപേർക്കും കഴിക്കാനുള്ളത് പ്ലേറ്റിൽ വിളമ്പിയെടുത്തു. ചന്ദന നോൺ വെജ് കഴിക്കാത്തത് കൊണ്ട് പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് അവന് മനസ്സിലായി. തക്കാളിക്കറി മാത്രമാണുള്ളത്. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം, എല്ലാവർക്കും വേണ്ടത് ഒരുക്കും അവൾക്ക് വേണ്ടി മാത്രം ഒന്നും ചെയ്യില്ല. എന്നാൽ പിന്നെ എല്ലാവരും കഴിക്കുന്നത് കഴിക്കോ? അതുമില്ല. പറഞ്ഞിട്ടൊരു കുഞ്ഞു പാത്രം എടുത്ത് അതിൽ കുറച്ച് മുളക് പൊടിയും ഉപ്പും 4 അല്ലി വെളുത്തുള്ളിയും ചതച്ചു. കുറച്ച് പുളിയും കൂട്ടി നന്നായി ഞെരടി തിരുമി അതിന് മീതെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് ഒന്നുകൂടി ഞെരടി തിരുമി. ഹാ, എന്താ ഒരു മണം! കാലങ്ങൾക്ക് ശേഷം മുളക് ചമ്മന്തിയുടെ ഗന്ധം കണ്ണിൽ കടിച്ച് ആസ്വദിച്ചു ആലോഷി. അല്ല, എന്താ ഇച്ച ചെയ്യുന്നത്? ചോദിച്ചുകൊണ്ട് ചന്ദന അവൻ്റെ അടുത്തേക്ക് വന്നു. ഇതിൻ്റെ രുചിയൊന്നും ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനും കിട്ടത്തില്ല. ഞാനിത് ആദ്യം കഴിക്കുന്നത് മോഹനൻ കൊണ്ടുവന്നിട്ടായിരുന്നു. മാലതി ചേച്ചിയോട് ചോദിച്ചു, പിന്നെ ഉണ്ടാക്കാൻ പഠിച്ചു. ഇതിന് കുറച്ച് ചോറും കൂടി അങ്ങ് ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ, പാത്രം കാലിയാവുന്ന വഴി അറിയത്തില്ല. അതിരിക്കട്ടെ. അവളെന്ന് സൂക്ഷിച്ചു നോക്കി കൈവിരലുകൾ നുണഞ്ഞുകൊണ്ട്. ചന്ദന പാത്രത്തിൽ നിന്നും തോണ്ടിയെടുത്ത് കഴിച്ചു. ഇത് കൊള്ളാലോ, അവൾ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇടത് കൈകൊണ്ട് അവളെ വലത് ചെവിയിൽ പിടിച്ചുകൊണ്ട് സ്വരം കടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു അവൻ. നിനക്കിവിടെ എന്തിൻ്റെങ്കിലും കുറവുണ്ടോ? പെട്ടെന്നുള്ള അവൻ്റെ ഭാവമാറ്റത്തിൽ തെല്ലെന്ന് അമ്പരന്ന് ചന്ദന. ഇല്ല, വേദനിക്കുന്നു, പേടിച്ചാ. ഇരു ചുമലുകളും കൂച്ചിക്കൊണ്ട് പറഞ്ഞു അവൾ. അവനൊന്നുകൂടി ബലമായി പിടിച്ചു ചെവി. നീ 2 പ്ലേറ്റ് കണ്ടോ? അതിൽ നോൺ വെജ് എൻ്റെയാണ്. പറ, അതിൽ എത്ര കറികളുണ്ടെന്ന്? അപ്പോഴും കാതിൽ അവൻ്റെ കൈവിരൽ മുറുകിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ചന്ദനയ്ക്ക് കാര്യം മനസ്സിലായത്. ഹോ, ഇതാണോ ഇത്ര വലിയ കാര്യം? ഞാൻ വേറെന്തൊക്കെ തെറ്റിദ്ധരിച്ചു. ഈ മനുഷ്യൻ്റെ ഒരു കാര്യം, മനുഷ്യനെ പീഡിപ്പിക്കാനായിട്ട്. പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈ തട്ടി മാറ്റി അവൾ. നിനക്ക് എന്തെങ്കിലും മര്യാദയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ ചേച്ചിയോട് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ലെങ്കിലും എൻ്റെ മക്കൾക്ക് ഈ ശരീരത്തിൽ നിന്നും കുടിക്കാനുള്ളത് എന്തെങ്കിലും കിട്ടണ്ടേ? കണ്ട വള്ളിയും പുല്ലും മാത്രമേ പറ്റൂ. എന്നാൽ ആരോഗ്യത്തിന് പിടിക്കുന്ന വല്ല കറികളും ഉണ്ടെങ്കിൽ ഓക്കെ. ഞാനൊന്നും പറയുന്നില്ല. എടി, ഞാൻ ആർക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്? നീ മക്കളും സുഖമായും സന്തോഷമായി ഇരിക്കാൻ വേണ്ടി. എന്നിട്ട് എനിക്ക് 5 തരം കറിയും പദാർത്ഥങ്ങളും. ഒന്നുമില്ലെങ്കിലും എൻ്റെ 2 മക്കളെ വളർത്താനുള്ള ആരോഗ്യമെങ്കിലും നിനക്ക് വേണ്ടേ? അതെങ്ങനെ? ദിനം പ്രതി ചെറുതായി വരികയല്ലേ? ഇപ്പം തന്നെ ആളുകൾ ചോദിച്ചു തുടങ്ങി, എൻ്റെ മൂത്ത കുട്ടിയാണോ നീയെന്ന്. ഇപ്പം തന്നെ താടിയും മുടിയുമൊക്കെ ഓരോ നര വീണ് തുടങ്ങി എനിക്ക്. നീ ഇപ്പോഴും 17കാരി. ആലോഷി അവളെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു. അതുകൊള്ളാം, അപ്പം അതാണ് കാര്യം. ഞാനിങ്ങനെ മെലിഞ്ഞിരിക്കുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല അല്ലേ? ചന്ദന കുസൃതിയോട് ചോദിച്ചു. നീ മെലിഞ്ഞിരിക്കുന്നതിലൊന്നും കുഴപ്പമില്ല, പക്ഷെ നിൻ്റെ ആരോഗ്യം നീ തന്നെ ശ്രദ്ധിക്കണം. നിനക്ക് മാത്രമായി എന്തിനാ ഉണ്ടാക്കുന്നതെന്ന് ചിന്ത ആദ്യം മാറ്റണം. അല്ലെങ്കിൽ പിന്നെ ഞാൻ കഴിക്കുന്നതൊക്കെ കഴിച്ചു പഠിക്കണം. ഇതിൽ ഏത് വേണമെന്ന് നീ തന്നെ തീരുമാനിക്കണം. ഇനി നാളെ നിൻ്റെ പ്ലേറ്റ് ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുന്നത് കാണാൻ ഇടവന്നാൽ. താക്കീതോടെ പറഞ്ഞിട്ട് 2 പ്ലേറ്റും എടുത്ത് ടേബിളിൽ കൊണ്ട് വെച്ചു അവൻ. വെള്ളവും എടുത്ത് അവന് പിന്നാലെ അവളും ചെന്നു. രണ്ടുപേരും കഴിക്കാനിരുന്നു. ഇച്ചായൻ ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കും ചമ്മന്തിക്ക് പ്രത്യേക രുചി. ആസ്വദിച്ച് കഴിക്കുന്നിടയിൽ പറഞ്ഞു ചന്ദന. ആയിരിക്കും. ഇനി എന്നെക്കൊണ്ട് അധികം പറയിക്കാൻ ഇടവരരുത് കേട്ടല്ലോ. ആലോഷി അപ്പോഴും ദേഷ്യത്തിൽ പറഞ്ഞു. എൻ്റെ പൊന്നെ, എനിക്ക് മാത്രം ഉണ്ടാക്കി വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലേ എന്ന് കരുതിയാണ് എനിക്കിഷ്ടമുള്ള കറി മാത്രം ഉണ്ടാക്കുന്നത്. ഇനി ഉണ്ടാക്കില്ല, സമ്മതിച്ചു. ക്ഷമാപണം പോലെ പറഞ്ഞു അവൾ. ഉണ്ടാവാതിരുന്നാൽ നിനക്ക് കൊള്ളാം. പിന്നെ ആരെങ്കിലും ഉണ്ടോ എന്നൊന്നും ഞാൻ നോക്കത്തില്ല. നല്ല കീറ് തരും. കിട്ടിയിട്ട് കിടന്ന് മോങ്ങിയിട്ടും കാര്യമില്ല. കഴിക്കുന്നത് തുടർന്നുകൊണ്ട് പറഞ്ഞു അവൻ. രണ്ടുപേരും കഴിച്ചെഴുന്നേറ്റു. ചന്ദന പ്ലേറ്റ് കഴുകി വരുമ്പോഴേക്കും ആലോഷി കുറേ സമയം വാർത്ത കണ്ടിരുന്നു. മുടി ചീകി കെട്ടി പൊട്ടും കൺമഷിയും എഴുതി ഒരുങ്ങി ചന്ദന ഇറങ്ങി വരുമ്പോഴേക്കും ജുബായും മുണ്ടുമിട്ട് ആലോഷിയും റെഡിയായി വന്നു. ഇറങ്ങാം. ബാക്കിലെ വാതിലെല്ലാം പൂട്ടിയോ? ആലോഷി കാറിൻ്റെ കീ എടുത്തുകൊണ്ട് ചോദിച്ചു. ബാക്കിലെ മുകളിലെ ഡോറെല്ലാം പൂട്ടി. ചുരിദാറിൻ്റെ ഷോൾ നേരെ പിടിച്ചിട്ടുകൊണ്ട് പറഞ്ഞു ചന്ദന. ആലോഷി മെയിൻ ഡോർ തുറന്ന് വാതിൽ പൂട്ടാനുള്ള താക്കോലെടുത്ത് ചന്ദനയും അവൻ്റെ പിന്നാലെ നടന്നു.
വാതിൽ പൊട്ടി ചന്ദന ഇറങ്ങുമ്പോഴേക്കും കാർ തിരിച്ചിരുന്നു ആലോഷി. ഗേറ്റിൻ്റെ അടുത്തേക്ക് നടന്ന ചന്ദന ഗേറ്റ് തുറന്ന് ആലോഷി കാർ പുറത്തേക്കിറക്കി. ഗേറ്റ് പൊട്ടി ചന്ദന കാറിൽ കയറിയിരുന്നു. നേരെ പോയത് നായരേട്ടൻ്റെ കടയിലേക്കായിരുന്നു. വണ്ടി റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിറങ്ങി അവർ. ഉച്ചയൂണിൻ്റെ സമയം കഴിഞ്ഞതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ലായിരുന്നു കടയിൽ. ആലോഷിയെ കണ്ടപ്പോൾ സന്തോഷമായി അവർക്ക്. മോനെ, ഇപ്പോൾ വേദനയുണ്ടോ? നായരേട്ടൻ കണ്ടപ്പോൾ തന്നെ ചോദിച്ചു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, വെറുതെ കെട്ടിപ്പൊട്ടി വെച്ചതാണെന്ന് തോന്നുന്നു. പിന്നെ കർത്താവ് കരുതിയിട്ടുണ്ടാകും, കുറേ സമയം ഓടിയതല്ലേ, കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ. അങ്ങേരി പണി തന്നതായിരിക്കും ചിലപ്പോൾ. സ്വതസിദ്ധമായ ചിരിയോടെ പറഞ്ഞു ആലോഷി. മോഹന, എന്തായി? ഓഡിറ്റോറിയം ഒക്കെ ബുക്ക് ചെയ്തോ? ആലോഷി മോഹനെ നോക്കി ചോദിച്ചു. ഓഡിറ്റോറിയം അവിടെ എടുക്കാമെന്നാണ് പറഞ്ഞത്. രണ്ടുപേരും കൂടി ഒന്നിച്ച് നടത്താനാണ് തീരുമാനം. ചിലവും ഒന്ന് ചുരുങ്ങി കിട്ടുമല്ലോ. ഇപ്പോഴൊക്കെ അങ്ങനെയാണത്രേ. മോഹൻ പറഞ്ഞപ്പോൾ ആലോഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. മാറിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. സാങ്കേതിക വിദ്യകളുടെ വളർച്ച അങ്ങനെയാണ് എന്നല്ല പറയുന്നത്. പോയി ഇനി കല്യാണം എന്ന സിസ്റ്റം തന്നെ ഇല്ലാതാകും. വസ്ത്രം മാറുന്നത് പോലെ പെണ്ണിനെയും ചെക്കനെയും എല്ലാം മാറിക്കൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അതും കാണേണ്ടി വരും. ആലോഷി പറയുന്ന കേട്ടപ്പോൾ എല്ലാവരും ചിരിച്ചു. പിന്നെയും കുറേ സമയം സംസാരിച്ചിരുന്നു അവനവിടെ. ഇച്ച, ഇനിയും വൈകും, ചേച്ചിമാർ കമ്പനി പൊട്ടി പോകും കേട്ടോ, ചന്ദന ഓർമ്മപ്പെടുത്തി. ശരിയാ, സംസാരിച്ചിരുന്ന് പോയി. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ആലോഷി എഴുന്നേൽക്കാൻ തുടങ്ങി. അങ്ങനെ ഇങ്ങ് പോയാലോ? ചായയൊക്കെ കുടിച്ചിട്ട് പോയാൽ മതി പറഞ്ഞുകൊണ്ട് നായരേട്ടൻ തന്നെ 2 പേർക്കും സ്പെഷ്യൽ ചായ എടുത്തിട്ട് വന്നു. എന്നാൽ പിന്നെ ചില്ലുകൂട്ടിലിരിക്കുന്ന 2 പഴംപൊരി കൂടി ഇങ്ങെടുത്തേക്ക്. ഊണ് കഴിച്ചിട്ട് അധികം നേരം ആയില്ല. എന്തായാലും ഒരു വഴിക്ക് പോകുന്നതല്ലേ, ഇരിക്കട്ടെ. ആലോഷി പറഞ്ഞപ്പോൾ മോഹനൻ വേഗം പഴംപൊരി പ്ലേറ്റിലെടുത്ത് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നാലും നിശ്ചയത്തിന് മോൾക്കും മക്കൾക്കും കൂടി വരാമായിരുന്നു. ചേച്ചിക്ക് നല്ല വിഷമമായി കേട്ടോ, മാലതി ചേച്ചി പരിഭവത്തോടെ പറഞ്ഞു. ഇച്ചായനില്ലാതെ എനിക്ക് ചടങ്ങുകൾക്ക് പോകാൻ മടിയായിരുന്നു ചേച്ചി, അതാ ഞാൻ വരാതിരുന്നത്. എന്തായാലും ഇനി കല്യാണത്തിന് അധികം ഇല്ലല്ലോ, നമുക്ക് എല്ലാവർക്കും കൂടി അടിച്ചു പൊളിക്കാം, ചേച്ചിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞു ചന്ദന. ചായ കുടിച്ച് കമ്പനിയിലേക്ക് ഇറങ്ങി അവർ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആലോഷിയെ കണ്ട സന്തോഷത്തിലായിരുന്നു എല്ലാവരും വട്ടം കൂടി അവനോട് വിശേഷങ്ങളെല്ലാം ചോദിച്ചു. താൻ വരാതിരുന്നിട്ടും അവരുടെ ജോലികളെല്ലാം ആത്മാർത്ഥമായി തന്നെ അവർ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി ആലോഷിക്ക്. തൊഴിലാളികളെ തൊഴിലാളികളായി മാത്രം കാണാതെ അവരിൽ ഒരാളെ താനും കൂടുകയും തൊഴിലാളികളും മുതലാളിയും എന്ന വേർതിരിവില്ലാതെ അവരെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുമ്പോൾ അതേ അളവിൽ തിരികെ കിട്ടുക തന്നെ ചെയ്യും. അതാണ് ആലോഷി പഠിച്ച പാഠം. പാക്ക് ചെയ്ത് എറണാകുളത്തേക്ക് കൊണ്ടുപോകാനുള്ള പെട്ടികളെല്ലാം റൂമുകളിൽ അടുക്കി വെച്ചിട്ടുണ്ട്. കണ്ടപ്പോൾ തന്നെ മനസ്സിന് കുളിർമ തരുന്ന കാഴ്ചകൾ. അവരോടൊപ്പം നിന്ന് കമ്പനി പൂട്ടിയാണ് പിന്നെ അവർ മടങ്ങിയത്. ബേക്കറിയിൽ കയറി ലില്ലിക്കുട്ടിക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിയാണ് നെല്ലിക്കാട്ടിലേക്ക് പോയത്. അവർ മുറ്റത്തെ ഗാർഡനിൽ ഒരുക്കിയ കളിക്കാനുള്ള സ്ഥലത്ത് വല്യപ്പച്ചനും വല്യമ്മച്ചയ്ക്കുമൊപ്പം ബോൾ തട്ടി കളിക്കുകയാണ് മക്കൾ 2 പേരും. കൂടെ ജിനുവും ഉണ്ട്. കാർ കണ്ടതും അപ്പനും അമ്മയും വന്ന സന്തോഷത്തിലായി മക്കൾ. കാർ നിർത്തി ഇറങ്ങുമ്പോഴേക്കും 2 പേരും ഓടി വന്നു. അപ്പയുടെ പൊന്നുമക്കളെ. ഇറങ്ങിയ പാടെ ആലോഷി 2 പേരെയും എടുത്ത് ഉയർത്തിക്കൊണ്ട് വിളിച്ചു. അവൻ്റെ ഇരുക്കവളിലും ഉമ്മ വെച്ച് കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും മക്കൾ. കെട്ടും പൂട്ടുമൊക്കെ അഴിച്ച് നിന്നെ ഒന്ന് കാണാറായല്ലോ, വല്യമ്മച്ചിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. മക്കളെ ഇരുവശത്തേക്കുമായി എടുത്ത് കുനിഞ്ഞ് വല്യമ്മച്ചിയുടെ നെറ്റിയിൽ മുത്തി ആലോഷി. എൻ്റെ കൊച്ചിനെ കാണാൻ എനിക്ക് തിടുക്കമായി. എന്നാ കൊച്ചേ, പണ്ടത്തെ ഉഷാറൊന്നും ഇല്ലല്ലോ ഇപ്പോൾ, നടത്തമൊക്കെ സ്ലോ ആയി പോയല്ലോ, കളിയാക്കിക്കൊണ്ട് ചോദിച്ചു ആലോഷി. ഓ, എന്നാ പറയാനാ, പ്രായമൊക്കെ അധികം ആയില്ലയോ, പണ്ടത്തെ പോലെ ഓടാനും മറ്റും വയ്യ, ശരീരത്തിനേക്കാൾ മനസ്സിലാണ് ക്ഷീണം, വല്യമ്മച്ചി വിഷമത്തോടെ അവൻ്റെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ഓ പിന്നെ ചുമ്മാ ഓരോന്നും പറയില്ല കേട്ടോ, എൻ്റെ മക്കളുടെ വിവാഹം കഴിഞ്ഞ് അവരുടെ കൊച്ചുമക്കളെയും കണ്ടിട്ടങ്ങ് പോയാൽ മതി. കർത്താവിന് അവിടെ ആൾക്കാർ തട്ടിയിട്ടിട്ട് നടക്കാൻ മേല, അതുകൊണ്ട് അവിടെയൊന്നും ഇപ്പോൾ വേക്കൻസി ഇല്ലത്രേ. ആലോഷി പറഞ്ഞപ്പോൾ വല്യമ്മച്ചി ചിരിച്ചു. വാ മോളെ, നീ എന്താ അവിടെ മാറി നിൽക്കുന്നത്? ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ പടിയിറങ്ങിപ്പോയി അന്ന് തുടങ്ങിയതാണ് എൻ്റെ മനസ്സിൻ്റെ വേദന. ഇവിടെ നിങ്ങളില്ലാതെ ഒരു രസവും ഇല്ല മക്കളെ. എന്ന് കണ്ടാലും നിറമിഴിയോടെ വല്യമ്മച്ചി പറയുന്ന ഒരേ കാര്യം. ചന്ദന സഹതാപത്തോടെ അവരെ നോക്കി. ചന്ദന, നീ കാറിൽ നിന്നും സാധനങ്ങളൊക്കെ എടുക്ക്. ആലോഷി പറഞ്ഞപ്പോൾ ചന്ദന കാറിൽ നിന്നും വാങ്ങിയതെല്ലാം എടുത്തു. ഇവിടെ തന്നെ നിൽക്കാതെ അങ്ങോട്ട് കയറടാ, വല്യപ്പച്ചൻ ആലോഷിയെ നോക്കി പറഞ്ഞുകൊണ്ട് സീറ്റൗട്ടിലേക്ക് കയറി. ലില്ലിക്കുട്ടി തറവാട്ടിൽ തന്നെയായിരുന്നു. അവിടെ നിന്ന് തന്നെയാണ് പ്രസവത്തിന് പോകുന്നതും. അവരുടെ സംസാരം കേട്ടതും റൂമിൽ നിന്നും അവൾ എഴുന്നേറ്റ് വന്നു. പതിയാണ് നടക്കുന്നത്. അത്യാവശ്യത്തിന് മാത്രം നടന്നാൽ മതിയെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ലിലി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ചന്ദന അവളുടെ അടുത്തേക്ക് ചെന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ല ഏട്ടത്തി, പതിയെ നടക്കാൻ തുടങ്ങിയപ്പോൾ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ലിലി. അവൾക്ക് വേണ്ടി വാങ്ങിയതെല്ലാം ചന്ദന കൊടുത്തു. ലില്ലിക്കുട്ടി അത് സൂസി അമ്മച്ചി ഏൽപ്പിച്ചു. അമ്മച്ചി പ്ലേറ്റിൽ വെച്ച് കഴിക്കാൻ കൊടുത്തു എല്ലാവർക്കും.
അപ്പോഴേക്കും ലക്ഷ്മിയും ആൻമേരിയും എല്ലാം വന്നു. കുറേ സമയം സംസാരിച്ചിരുന്നു അവർ. എല്ലാവരും വിശേഷം പറഞ്ഞും ചായ കുടിച്ചും കമ്പനിയിലേക്ക് പോയ ഓരോരുത്തരായി തിരിച്ചു വന്നു. കല്യാണത്തിൻ്റെ ചർച്ചകളും കഴിഞ്ഞ് രാത്രിയേറെ വൈകി ഭക്ഷണവും കഴിച്ചാണ് തിരിച്ചു പോകുന്നത് അലോഷിയും ചന്ദനയും മക്കളും. അന്നത്തെ രാത്രിയും വിട വാങ്ങി. സൂര്യ ഓഫീസിൽ ജോലിക്ക് കയറി കഴിഞ്ഞിരുന്നു. എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ ഗൗരവമുണ്ടായിരുന്നു അവൾക്ക്. ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കുന്നത് ആശ്വാസമായി സൂര്യയ്ക്ക്. കുറേശ്ശെ അവനോട് അവളുടെ വിഷമങ്ങളും പങ്കുവെക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു ഇതിനോടകം സൂര്യ. പറയാതെ തന്നെ മനസ്സുകൾ തമ്മിൽ ഒരു ബന്ധം ഉടലെടുത്ത് കഴിഞ്ഞിരുന്നു. ഇഷ്ടമാണെന്ന് ഒരിക്കൽ പോലും അവനോട് തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും മനസ്സിൽ 1000 വട്ടം ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നു സൂര്യ. ഉറക്കമില്ലാതെ കിടക്കുന്ന രാത്രികളിൽ അവൻ്റെ സംസാരം കേൾക്കുന്നതിനും മെസ്സേജുകൾക്ക് കാത്തിരിക്കാനും സൂര്യ പാകപ്പെട്ട് കഴിഞ്ഞിരുന്നു. തനിക്ക് വേണ്ടി കാത്തിരിക്കാനും കാഴ്ചയെന്ന് അന്വേഷിക്കാനും ഒരാളങ്ങനെ മാറിക്കഴിഞ്ഞിരുന്നു വിച്ചു സൂര്യയ്ക്ക്. ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരുന്നു. ലില്ലിക്കുട്ടിയെ പ്രസവത്തിന് വേണ്ടി അവളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കാലമാർക്ക് വേണ്ടിയും കാത്തു നിൽക്കാതെ ഓടിക്കൊണ്ടിരുന്നു. കൂടുതൽ തിരക്കുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നു അലോഷി. വിവാഹത്തിൻ്റെ തിരക്കുകൾ നെല്ലിക്കാട്ടിൽ തുടങ്ങിക്കഴിഞ്ഞു. ജഗനും പ്രവീണയ്ക്കും പെൺകുഞ്ഞ് ജനിച്ചു. അലോഷിയും ചന്ദനയും മക്കളും കുഞ്ഞിനെ കാണാൻ പോയി. കുറേ സമയം കഴിഞ്ഞാണ് അവർ തിരികെ വന്നത്. ജഗൻ വളരെ സന്തോഷത്തിലായിരുന്നു. ജാനി എല്ലാവരുടെയും മനസ്സിൽ നോവായി മാഞ്ഞു. ചാരു ഹോസ്റ്റലിൽ പുതിയ കോളേജ് ചുറ്റുപാടുകളുമായി ഒരുവിധം ഇണങ്ങിക്കഴിഞ്ഞു. വിവാഹത്തിൻ്റെ ഡ്രസ്സ് എടുക്കലും മറ്റും കഴിഞ്ഞു. ജോയിയുടെ വിവാഹത്തിന് തിരക്ക് തൃശ്ശൂരും തുടങ്ങിക്കഴിഞ്ഞു. നെല്ലിക്കാട്ടിൽ ആഹ്ലാദത്തിൻ്റെ ദിവസങ്ങളായിരുന്നു പിന്നീടുള്ളവ. അതുപോലെ തന്നെ പാലക്കാട് പ്രിയയുടെ വിവാഹത്തിന് നിശ്ചയം നടത്താനുള്ള ഏർപ്പാടുകൾ തുടങ്ങി. ബിനുവിൻ്റെ വിവാഹം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ് പ്രിയയുടെ നിശ്ചയം. ചന്ദനയ്ക്കും കൂടി പങ്കെടുക്കാനുള്ള സൗകര്യം നോക്കിയാണ് അന്ന് വെച്ചത്. സൂര്യ ഓഫീസിൽ കയറിയതോടെ അലോഷിയുടെ ഭാരം കുറച്ചൊന്ന് കുറഞ്ഞു. അവൻ വിചാരിച്ചതിനേക്കാളും നന്നായി സൂര്യ തൻ്റെ ജോലികൾ ചെയ്തു. ബാങ്കിൽ പോകുന്നതും മറ്റും സൂര്യയാണ്. ഡ്രൈവർ ലീവ് കഴിഞ്ഞു വന്നതിൽ പിന്നെ എറണാകുളത്തേക്ക് ലോഡ് കൊണ്ടുപോകേണ്ട ആവശ്യം വന്നിട്ടില്ല അവൾക്ക്. എന്നിരുന്നാലും ബിജുവുമായുള്ള സൗഹൃദം അവൾ നിലനിർത്തിക്കൊണ്ടു പോന്നു. സൗഹൃദത്തെക്കാൾ അവനോട് തനിക്ക് തോന്നുന്ന പ്രണയമെന്ന വികാരമാണ് തിരിച്ചറിയുന്നുണ്ടായിരുന്നുവെങ്കിലും ഒരിക്കലും അത് പുറത്ത് കാണിച്ചില്ല സൂര്യ. തന്നെ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന വീട്ടുകാര്യങ്ങളെ ആലോചിച്ചുകൊണ്ട്. ബിച്ചുവാണെങ്കിൽ എന്തെങ്കിലും സൂര്യ തൻ്റെ പ്രണയം തിരിച്ചറിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു. പ്രിയയുടെ നിശ്ചയം സൂര്യ അറിഞ്ഞിരുന്നു. ബിച്ചു അവളെ പ്രത്യേകം വിളിച്ചിട്ടുണ്ട്. എന്തായാലും പോകണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു സൂര്യ. ബിനുവിൻ്റെ വിവാഹത്തിന് ഒരാഴ്ച മുൻപ് തന്നെ ചന്ദനയും മക്കളെയും കൂട്ടി നെല്ലിക്കാട്ടിലെത്തിയ അലോഷി. നെല്ലിക്കാട്ടിലെ മുറ്റത്ത് വലിയ പന്തൽ ഉയർന്നു. എല്ലാം അലോഷി തന്നെ മുന്നിൽ നിന്ന് നടത്തി. വിവാഹത്തിന് ചാരുമോളെ കൊണ്ടുവരാൻ വേണ്ടി കോളേജിൽ പ്രത്യേകം പെർമിഷൻ എടുത്തു അലോഷി. 4 ദിവസം ലീവ് കിട്ടി അവൾക്ക്. വിവാഹത്തിന് തലേ ദിവസം ചാരുവിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയി അലോഷി. ആദ്യമായാണ് അവൻ അവളുടെ ഹോസ്റ്റലിലേക്ക് പോകുന്നത്. ഹോസ്റ്റലിൽ വാർഡനെ കണ്ട് ലീവ് വാങ്ങി ചാരു വരുന്നതും കാത്തിരുന്നു. വിസിറ്റിംഗ് റൂമിൽ അവർ. ഇച്ചു വിളിച്ചുകൊണ്ട് കയ്യിൽ ഭാഗം തൂക്കി ഓടി വന്ന് ചാരു അവനെ കെട്ടിപ്പിടിച്ചു. മോളെ, നന്നായി ക്ഷീണിച്ചു നീ. എന്നതാ വച്ചേ, ആഹാരമൊന്നും പിടിക്കുന്നില്ലയോ? ചാരുവിൻ്റെ കവളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു അവൻ. എനിക്ക് മാത്രം ഒന്നും അല്ലേച്ചു, എല്ലാവർക്കും അങ്ങനെ തന്നെയാ. പിന്നെ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു, ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ. അതുകൊള്ളാം, മെസ്സിനെന്നും പറഞ്ഞ് കാശ് വാങ്ങി വെക്കുന്നുണ്ടല്ലോ. എന്നിട്ട് കൊച്ചുങ്ങൾക്ക് പിടിക്കാത്ത ഭക്ഷണമാണോ ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് അതൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് അലോഷി മേഡത്തിൻ്റെ റൂമിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ചാരു അവൻ്റെ കൈക്ക് പിടിച്ച് വിലക്കി. വേണ്ടിച്ചു, നമുക്ക് പോകാം. ഇനി അതിനായി ഒരു പ്രശ്നത്തിന് നിൽക്കണ്ട. എനിക്കാണെങ്കിൽ വീട്ടിൽ പോകാൻ തിടുക്കായി വാ. അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു അവൾ. ശരി, ഇപ്പം ഞാനൊന്നും പറയുന്നില്ല, നമുക്കിനി വരുമ്പോൾ സംസാരിക്കാം പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി നടന്നു അവൻ. കാറിൽ കയറി വീട്ടിലെത്തുന്നത് വരെ കോളേജിലെ വിശേഷങ്ങളും പുതിയ കൂട്ടുകാരുടെ വിശേഷങ്ങളുമായിരുന്നു അവൾക്ക് പറയാനുണ്ടായിരുന്നത്. ചാരുമോളെ കാത്തിരിക്കുകയാണ് നെല്ലിക്കാട്ടിൽ ഓരോരുത്തരും. കാർ നിർത്തി അലോഷി. 2 പേരും ഇറങ്ങി. ചാരു ബാഗൊന്നും എടുക്കാൻ നിൽക്കാതെ അകത്തേക്ക് ഓടിപ്പോയി. വല്യമ്മച്ചയെ കെട്ടിപ്പിടിച്ച കവളിൽ ഉമ്മ കൊടുത്തു ആദ്യം അവൾ. പിന്നെ വല്യപ്പച്ചനെയും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. മോളെ, എൻ്റെ മോൾ ആകെ കോലം കിട്ടിപ്പോയി, കഴിക്കാനൊന്നും ഇല്ലയോ അവിടെ? ലിസിമേമ വിഷമത്തിൽ ചോദിച്ചുകൊണ്ട് ചാരുവിൻ്റെ അടുത്തേക്ക് വരുന്ന കണ്ടപ്പോൾ അലോഷി ഒന്ന് നോക്കിക്കൊണ്ട് സെറ്റിയിലിരുന്നു വല്യപ്പച്ചൻ്റെ അടുത്ത്. ചന്ദ്ര, കുറച്ച് തണുത്ത വെള്ളം എടുക്ക് കുടിക്കാൻ. അല്ല, മക്കളെവിടെ? ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു അലോഷി. അവരെ കൊണ്ട് ലക്ഷ്മിയും മാൻമേരിയും പുറത്തേക്ക് പോയിരിക്കുകയാണ് അജിയോടൊപ്പം സ്റ്റിച്ച് ചെയ്ത് വാങ്ങിക്കാൻ. 2 പേരും പോകാൻ വാശി പിടിച്ചപ്പോൾ അവർ കൊണ്ടുപോയി. ചന്ദന പറഞ്ഞിട്ട് വെള്ളം എടുക്കാനായി പോയി. അമ്മച്ചി, ഞാൻ കുളിച്ചേച്ച് വരാം, കഴിക്കാൻ എടുത്ത് വെക്ക്. എത്ര ദിവസമായി വീട്ടിലെ ആഹാരം കഴിച്ചിട്ട് പറഞ്ഞിട്ട് റൂമിലേക്ക് പോയി അവൾ. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വാങ്ങിക്കാൻ പോയവർ തിരികെ എത്തി. മക്കൾക്ക് പുതിയൊരു കളി സാധനങ്ങളെല്ലാം വാങ്ങിയിരുന്നു അജി. അതിലായിരുന്നു അവിടെ ശ്രദ്ധ മുഴുവനും. ആൻറ്റി മറന്നുപോയോ? ചാരു മോനെ എടുത്ത് കവളിൽ മുത്തിക്കൊണ്ട് ചോദിച്ചു.
കുറച്ച് ദിവസങ്ങളായി അവളെ കണ്ടിട്ടില്ലെങ്കിലും പരിചയക്കുറവൊന്നും കാണിച്ചില്ല അവർ. രാത്രി സദ്യയ്ക്ക് അടുത്ത ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ രാത്രി പരിപാടി വീട്ടിൽ വെച്ച് തന്നെയാണ് നടത്തുന്നത്. സദ്യയൊക്കെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഏട്ടത്തി, ഏട്ടത്തിയുടെയും മോളുടെയും ഉടുപ്പുകൾ അതിലുണ്ട് കേട്ടോ. വേഷം മാറിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ആൻമേരിയും മജുവും അവരുടെ വീട്ടിലേക്ക് പോയി. തൃശ്ശൂരിൽ നിന്നും ഇളയപ്പനും ഇളയമ്മയും ടീച്ചോയും എത്തി. അടുത്ത ബന്ധുക്കളെല്ലാം എത്തി. സൂസി അമ്മച്ചിയുടെ ആങ്ങളമാരും ഭാര്യമാരും അമ്മച്ചിയും വന്നിരുന്നു രാത്രി അവിടെ കൂടാൻ. എല്ലാവരും കൂടി ആയപ്പോൾ ആകെ ബഹളമായി വീട്ടിൽ. കുളിച്ച് വേഷം മാറി ചന്ദനയും. രാത്രി ചുരിദാറായിരുന്നു അവളുടെ വേഷം. മക്കളെയും കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റി. ചാരു സാധാ സമയം ചന്ദനയുടെയും മക്കളുടെയും കൂടെ തന്നെയായിരുന്നു. മോളെ, നിനക്ക് ഫ്രോക്ക് ഇഷ്ടപ്പെട്ടോ? മോൾക്കും ലക്ഷ്മിക്കും ഒരേ കളറാണ് എടുത്തത്. ചന്ദന മുടി ചീക്കി ഒതുക്കിനിടയിൽ ചോദിച്ചു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഗ്രേ വെയിൻ കളർ. എൻ്റെ കയ്യിൽ അങ്ങനത്തെ കളറില്ല. പിന്നെ ഏട്ടത്തിമാരുടെ സാരിയും ഒത്തിരി ഇഷ്ടമായി. പിന്നെ എൻ്റെ ഏട്ടത്തിയല്ലേ എടുക്കാൻ പോയത്. അപ്പോൾ പിന്നെ സെലക്ഷൻ തെറ്റത്തില്ല. ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചാരു. സോപ്പാണെന്ന് തോന്നുന്നു. ചന്ദന ചിരിച്ചുകൊണ്ട് ചോദിച്ചു. സോപ്പ് ഒന്നുമല്ല ഏട്ടത്തി. മറ്റേരെക്കാളും എൻ്റെ ഇഷ്ടങ്ങൾ അറിയുന്നത് ഏട്ടത്തിക്ക് മിച്ചവനും അല്ലേ. അപ്പോൾ പിന്നെ എനിക്കും ഇഷ്ടപ്പെട്ട കളറാണെന്ന് നിങ്ങൾ എടുത്തു തന്നത്. വൈകിട്ടോടെ ഓരോരുത്തരായി എത്താൻ തുടങ്ങി. എല്ലാവരെയും സ്വീകരിച്ചിരുത്തി അലോഷിയും മനിയന്മാരും. പാട്ടും ഡാൻസും ഒക്കെ ഈ നേരം പെട്ടെന്ന് പോയി. കിടക്കുമ്പോൾ വളരെ വൈകി. അജിയുടെയും മജുവിനെയും വീട്ടിലായി വന്നവരെല്ലാം കൂടി.